اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ എല്ലാ പൊരുളുകളും പറഞ്ഞ ഫുതൂഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു മുരീദിന് ആത്മീയമായ പുരോഗതി ലഭിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ ആ വ്യക്തി ശ്രദ്ധിക്കണം. ഒരു മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന് അമല് വാങ്ങിയ ആളാണ്. അതിൻ്റെ ഷുറൂത്തുകളും അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് എങ്കിൽ പോലും ആത്മീയമായ പുരോഗതിക്ക് അവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില 6 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സുംത്താണ്. സുംത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറയും. മിണ്ടാതിരിക്കുക എന്നതിലപ്പുറം ഒരു വ്യക്തിയുടെ നാവിനെ സൂക്ഷിക്കുക എന്ന അർത്ഥം കൂടി അതിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ പറയാണ്. നാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാത്രം സംസാരിക്കുക, ആവശ്യമായ സംസാരം തന്നെ കുറക്കുക. അത്യാവശ്യത്തിന് സംസാരിക്കുക, ആവശ്യമായ സംസാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ള സംസാരം അതിനേക്കാൾ ഉപരി ആന്തരികമായ സംസാരങ്ങളുണ്ട്. ആന്തരികമായ സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ, ആ ചിന്തകളിൽ നമ്മൾ പലതും പറയുന്നതും പലതും കേൾക്കുന്നതും പല സംഭവങ്ങളും നടക്കും. മാനവീയായ നിലക്കുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പൂർണ്ണമായി മോചിപ്പിക്കുക, അതാണ് സുംത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരീരത്തിന് സംസാരിക്കാൻ ആവശ്യമായത് എന്താണ്? നാവാണ്. ആ നാവിനെ സൂക്ഷിക്കുന്നതിലുപരി ഹൃദയത്തിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ വരുന്നതിന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? തടയും വേണം. ഇതാണ് സുംത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ എന്ത് ചെയ്യണത്, ഉദ്ദേശിക്കുന്നത്. കാരണം ഒരാൾ മൗനമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആന്തരികമായ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ആ വ്യക്തിയിലേക്ക് ഇറങ്ങുക. ഒരാളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളിൽ ഏർപ്പെടുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് വരൂല? നൂറ് വരൂല. നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഹൃദയം പോലും മൗനമായിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ടോർച്ചടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ എന്ത് ചെയ്യുക? ഹൃദയത്തിലേക്ക് ഇറങ്ങുക. അപ്പൊ ആദ്യമായി ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുംത്താണ്. ശാരീരികവും ആന്തരികവുമായ മൗനം ഒരാൾ എന്ത് ചെയ്യണം? പാലിക്കണം. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യത്തിനുള്ള സംസാരം ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് കുറച്ച് സംസാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് എന്താണ്? അള്ളാഹിന്റെ റസൂല് തൊവീലു സുംത്, ദീർഘ മൗനിയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, അദ്ദേഹം തൊവീലു സുംത്, ദീർഘമായ മൗനിയായിരുന്നു. എന്നാലോ അവര് പറഞ്ഞതല്ലേ ഇപ്പം ലോകം പറയണത് അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ്. എന്നാൽ അദ്ദേഹം സംസാരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അത്യാവശ്യത്തിന് സംസാരിച്ചിട്ടുണ്ട്, ആവശ്യമായ സംസാരം കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്ന് ലോകം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹം തൊവീലു സുംത്, ദീർഘമായ മൗനിയായിരുന്നു.
അപ്പൊ അതിനെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ സംസാരം ഉണ്ടാകുക. പോലെ ഏത് സംസാരമാണെങ്കിലും അത് അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ പറയുന്നത് ഖൽവത്താണ്. ഖൽവത്ത് പറഞ്ഞാൽ സാധാരണ നമ്മൾ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയലുണ്ട്. അതിനെക്കുറിച്ചല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഖൽവത്ത് എന്ന് പറയുന്നത്. നമ്മൾ ജനങ്ങൾക്കിടയിലൂടെയാണെങ്കിലും ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഉൾവലിയുക എന്നതല്ല, ജനങ്ങൾക്കിടയിൽ വെച്ചും പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ ഓർക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾക്കിടയിലാണ്, നമ്മൾക്കിടയിലൂടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ജനങ്ങൾ സംസാരിക്കുന്നു, വാഹനങ്ങൾ പോകുന്നു, പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഫോക്കസ് ആരിലേക്ക് മാത്രമാണ്? അള്ളാഹുവിലേക്ക് മാത്രമാണ്. ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓലടിയിലുണ്ട്, ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓലടിയിലുണ്ട്, നമ്മൾ ഓരോട് സംസാരിക്കുന്നുണ്ട്, നമ്മളെ സമ്പർക്കം പുലർത്തുന്നുണ്ട്. പക്ഷേ നമ്മളെ ഹൃദയം എവിടെയാണ്? അള്ളാഹുവിലാണ്. എല്ലാത്തിനും ഹൃദയം ഉൾവലിഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ ഫോക്കസ് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അത് ജനങ്ങളാരും എന്ത് ചെയ്യില്ല, അതറിയില്ല. അതോടുകൂടെ തന്നെ ഭൗതികമായ ശബ്ദകോലാഹലങ്ങളും ഭൗതികമായ ആഡംബരങ്ങളും ഉണ്ട്. അതിന് ഒരാൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തി പൂർണ്ണമായും ഒഴിവാക്കുക. അത് നമ്മളെ അതിലേക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ ദുനിയാവിനെ കണ്ടത് എങ്ങനെയാണ്? സുന്ദരിയായ ഒരു പെണ്ണിന്റെ കോലത്തിലാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട ആരും നോക്കിപ്പോവും. അതേപോലെയാണ് ദുനിയാവ്. ചിലപ്പോൾ നമ്മൾ ചിലത് കാണുമ്പോൾ നമുക്ക് അറിയാതെ അതിലേക്ക് നോക്കിപ്പോകാൻ തോന്നും. അവിടെ ഒന്ന് ചെന്ന് പോയി ഇരിക്കാൻ തോന്നും, ഓരോടൊന്ന് വർത്താനം പറയാൻ തോന്നും. പിന്നെ ആ വർത്താനം തോനെയാകും, പിന്നെ അത് അനാവശ്യമായ സംസാരമാകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിലേക്ക് അങ്ങ് മുഴുക ചെയ്യാം. അപ്പോൾ ഖൽവത്ത് ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ടാണെങ്കിലും ഹൃദയം ജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് വെറും അള്ളാഹുവിൽ മാത്രമാകുന്ന ഒരവസ്ഥ ഒരാൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. 23 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ അള്ളാഹിൻ്റെ റസൂല് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഖൽബ് ആർക്ക് മാത്രമാണ്? അള്ളാഹു തആലാക്ക് മാത്രം. എല്ലാത്തിനും ഖാലിയായി. ജനങ്ങൾക്കിടയിൽ റസൂൽ ജനങ്ങൾക്കിടയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഖൽബ് എല്ലാത്തിനും ഒഴിവാണ്. ഖൽബ് ആരുമായും ബന്ധമല്ല, ഖൽബ് അള്ളാഹു മാത്രമായിട്ടുള്ള ബന്ധമുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞാൽ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ പറയുന്നു ഉറക്കമൊഴിക്കുക. ഉറക്കമൊഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ഉറക്കമൊഴിച്ച് ദിക്ർ ചെല്ലുക എന്നുള്ളതല്ല. ഷെയ്ഖുൽ അക്ബർ പറയുന്ന ഉറക്കമൊഴിക്കൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഗഫലത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന് ഉണർത്തലാണ്. ദുനിയാവിലേക്കാണ് നമ്മുടെ ശ്രദ്ധയൊക്കെ പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് നമ്മുടെ ഹൃദയം ഏതുപോലെയാണ്? ഉറങ്ങിയതുപോലെയാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു മനുഷ്യനെ ഉണർത്തുക. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ, തങ്ങളോട് ചോദിച്ചു, മനിൽ ആഖിൽ യാ റസൂലുള്ളാഹ്, നബിയെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് എന്താണ്? അൽ ഇസ്തിഅദാദു ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് അതിന് തയ്യാറാകുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം എന്താ? അവൻ എപ്പോഴും ഇങ്ങനെ ഒരു ജാഗരൂകമായി നിൽക്കുകയാണ്. ഞാൻ മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ശിബിലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുരീദന്മാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞില്ലേ, ഇവിടെ മരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോന്ന്, അല്ലേ, ഇവിടെ മരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതാ ഇവിടെ മരിക്ക, അവിടെ മരിക്ക, അവിടെയൊക്കെ മരിക്ക. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മരണത്തിന്റെ ചിന്തയാണ്. ചിലപ്പോൾ ബസ് പോകുകക്കാരോ, ചിലപ്പോൾ നടന്നു പോകുകക്കാരോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാരോ, അതിൻ്റെ അടിയിൽ പോയിട്ട് അവരെന്ത് ചെയ്യും? അവരാ മരണം കഴിയും. കാരണം എന്താ? ഒല ഹൃദയം എന്ന് പറയുന്ന സാധനം ഉറങ്ങല്ല, എപ്പോഴും ഉണർവിലാണ്. ദുനിയാവിന്റെ ഗഫലത്തിൽ നിന്നും ദുനിയാവിന്റെ മോടിയിൽ നിന്നും ദുനിയാവിന്റെ ആഡംബരത്തിൽ നിന്നൊക്കെ തിരിഞ്ഞ് സദാസമയവും ജാഗരൂകമായി ഇങ്ങനെ നിൽക്കുകയാണ്. ആര്? ഇതാ എന്നെ കാത്തിട്ട് എൻ്റെ മരണം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹു എന്ന് പറഞ്ഞ മാതിരി എന്തുണ്ട്? മരണം എന്നെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഏത് സമയത്തും ഞാൻ പോകേണ്ടവനാണ്. എപ്പോഴാ വരികയെന്ന് എനിക്ക് പറയാൻ പറ്റൂല.
ബഹുമാനപ്പെട്ട സയ്യിദുന മലക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന എപ്പോഴും ഞാൻ റെഡിയാണ് എന്ന ചിന്തയിൽ നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഉറക്കമൊഴിക്കുക എന്നാണ്. അല്ലാതെ ഒരാൾ ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുക എന്നുള്ള മാനാക്ക് മാത്രമല്ല, അവന്റെ ഹൃദയം സദാസമയത്തും എന്ത് ചെയ്യണം? ഉറങ്ങാതെ അള്ളാഹുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരവസ്ഥ. ഇനി നാലാമത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ പറയുന്നു, ഫഖറിന്റെ ഒരവസ്ഥയിലൂടെ ഒരു മുരീദ് കടന്നു പോകണം. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്തു പറയും? പാവപ്പെട്ടവൻ എന്ന് പറയും. ആ നിലക്കുള്ള ഫക്കീറല്ല. ഹൃദയത്തിൽ ഞാനൊരു ഫക്കീറാണ് എന്ന ഒരു ചിന്ത വേണം. എൻ്റേതല്ല ഒന്നും, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ എൻ്റേതല്ല, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും എൻ്റേതല്ല. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് അവരൊന്നും എൻ്റേതല്ല. എൻ്റേതായിരുന്നെങ്കിൽ എൻ്റെ കൂടെ അവരും പോരുമായിരുന്നു. ഞാൻ ജനിച്ചപ്പോ അവരെൻ്റെ കൂടെ ഉണ്ടായതാണ്. ഇനി ഞാൻ മരിക്കുമ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എൻ്റേതായി ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെയാണ്. എനിക്കൊന്നിലും റോളില്ല, ഞാൻ പാപ്പരാണ് എന്ന ഒരവസ്ഥ, ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരിക എന്നാണ്. ഇപ്പൊ നമുക്ക് ലഭിച്ചതായ സമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ അറിവ്, അതുപോലെ തന്നെ നമ്മുടെ പദവി, അതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. അതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തായി അള്ളാഹു നമ്മിലേക്ക് തന്നതാണ്. ഇപ്പൊ സമ്പത്തിന് വേണ്ടി എത്ര ആൾക്കാർ ദ്വയർക്കുന്നുണ്ട്? ചില ആളുകൾക്ക് അള്ളാഹു ആ നിഅമത്ത് കൊടുക്കും. ഇൽമിന് വേണ്ടി എത്ര മനുഷ്യന്മാർ ദ്വയർക്കുന്നുണ്ട്? ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കും. വലിയ പദവിക്ക് വേണ്ടി എന്തൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്? ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കും. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹു നൽകുന്ന നിഅമത്താണ്. അപ്പൊ തന്റേതായിട്ട് ഒന്നുമില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിന്റെ സൂചന. ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളിൽ പല ആളുകളും കറുപ്പ് വസ്ത്രം ധരിക്കാറുണ്ട്. എന്താണ് ആ കറുപ്പ് വസ്ത്രത്തിന്റെ പ്രത്യേകത? കറുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വർണ്ണമല്ല എന്നാ. അതായത് ഈ വ്യക്തി, ഈ മുറബ്ബിയായ ഷേഖ് അല്ലെങ്കിൽ ഈ മുരീദിന് ലോകത്തിൽ ഒരു പ്രാപഞ്ചികമായ ഈ ലോകത്തുള്ള ഒരു വർണ്ണങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്ന ഒരു കോഡാണ്, ഒരു യൂണിഫോമാണ് എന്ത്? കറുപ്പ് വസ്ത്രം എന്ന് പറയുന്നത്. ലോകത്തൊരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന പല സാധനങ്ങളും ലോകത്തുണ്ട്, അതൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല. എൻ്റെ സ്വാധീനം അല്ലാഹു മാത്രമാണ് എന്ന രൂപത്തിലേക്ക് എത്തിയ ആളുകൾക്ക് അവർക്കുള്ള യൂണിഫോമാണ് സത്യത്തിൽ എന്ത്? ഈ കറുപ്പ് വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുരീദ് ഒരു ഫക്കീറിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകണം. നമ്മളതായിട്ട് എന്തില്ല? ഒന്നുമില്ല. പഴയ കാലത്ത് പറഞ്ഞിരുന്നു, ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു വലിയ മുതലാളി, വലിയ സമ്പന്നനായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്, വലിയ സമ്പന്നനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ ഖബർ കടത്തുമ്പോൾ മക്കൾക്ക് വല്ലാത്ത അടങ്ങേറ്. കാരണം എന്താ? അത്രയും വലിയ സാമ്പത്തികമായ ഉന്നതിയിൽ ജീവിച്ച ആളാണ്. വലിയ പട്ടുമെത്തയിലല്ലാതെ കിടന്നിട്ടില്ല. ആ മക്കള് പോയിട്ട് അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, ഞങ്ങൾ ആ ഖബറിന്റെ അടിയിൽ ചെറുതായിട്ട് ഒരു കടപ്പ വിരിച്ചിട്ട് ഞങ്ങൾ അതിൽ കടത്തിക്കോട്ടെ. ഉസ്താദ് പറഞ്ഞത് പാടില്ല. അത് പാടില്ല. എല്ലാവരും ആ മണ്ണിൽ കിടക്കേണ്ട ആളാണ്. കാരണം എന്താ? നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി നമ്മൾ കൊണ്ടുപോകുന്ന ആ 3 വസ്ത്രങ്ങളുണ്ടല്ലോ, ആ കഫംപുട വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലും എന്താണ്? അതിലെ ജീവികൾക്ക് ഭക്ഷണമാണ്. അപ്പൊ നമ്മളൊന്നും കൊണ്ടുപോകണില്ല. അപ്പൊ നമ്മൾ ഈ ഫക്കീറിന്റെ അവസ്ഥയിലൂടെ ഒരു മുരീദ് കടന്നു പോകണം. സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെയാണ്. ഞാൻ പോലും അള്ളാഹുവിൻ്റെയാണ്. ആ അള്ളാഹുവിന് പൂർണ്ണമായി അടിമപ്പെട്ട് ജീവിക്കേണ്ടവനാണ് ഞാനും എന്ന ഉത്തമ ബോധ്യം ഒരു മുരീദിന് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗുണമാണ് ഏത്? സൽസ്വഭാവം. അതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന വേറൊന്നില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിയായിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സൽസ്വഭാവത്തിനെ കുറിച്ച് അതിനെ വർണ്ണിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളും ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. കാരണം എന്താ? ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് എന്ത്? ഹുസ്നുൽ ഖുൽഖ്. അല്ലേ? നമ്മൾ മരിച്ചാൽ പറയണം, ഒരു നല്ല സ്വഭാവക്കാരനായിരുന്നു, നല്ലൊരു മനുഷ്യന്, നല്ല സ്വഭാവമായിരുന്നു. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിലായിരിക്കണം എന്ത്? നമ്മൾ മനസ്സിലാവണ്ട.
ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ ഈ സൽസ്വഭാവത്തിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ പറഞ്ഞതിൽ 5ാമത്തതായി അദ്ദേഹം എണ്ണിയത് ഹുസ്നുൽ ഖുൽഖാൻ, സൽസ്വഭാവം. അത്രക്കും വലിയ പ്രാധാന്യമില്ലാതെ അത് അദ്ദേഹം എഴുതി വെക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൽസ്വഭാവികളായിരിക്കണം. നമ്മളെ കൊണ്ട് അള്ളാഹു പടച്ച ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മോശമായ രൂപത്തിലുള്ള ഒരു നിലക്കും എന്തുണ്ടാകാൻ പാടില്ല. പിന്നെ അവരെ വെറുപ്പിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അവർക്ക് പ്രയാസകരമാകുന്ന ഒന്നും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. 6ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഏത് അവസ്ഥയിലും ഒരു മനുഷ്യനെ ചിലപ്പോൾ നല്ല അവസ്ഥയിലാക്കും അള്ളാഹു തആല. എല്ലാ നിഅമത്തുകളും കൊടുത്തിട്ട് നല്ല അവസ്ഥയിലാക്കും. ചിലപ്പോൾ അള്ളാഹു തആല പരീക്ഷണം കൊണ്ട് അവനെ കൊണ്ട് മൂടും, അല്ലേ? ചിലപ്പോൾ ചില അവസ്ഥയിൽ അള്ളാഹു തആല എല്ലാ നിലക്കുള്ള നിഅമത്തുകളും നൽകി അവന് അള്ളാഹു തആല ഉന്നതനാകും. ചിലപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് അള്ളാഹു തആല ഇങ്ങോട്ട് കുടുസാക്കും. കസീറാണെങ്കിലും ഖലീലാണെങ്കിലും, നമുക്ക് തന്നത് അധികമാണെങ്കിലും അതല്ല കുറവാണെങ്കിലും, പൂർണ്ണമായും ഇത് റബ്ബിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. റബ്ബല്ലാതെ ഇവിടെ ഈ ലോകത്ത് ഒരു ആളും ഒന്നും നടപ്പിലാക്കുന്നില്ല. നമുക്ക് എന്ത് തീരുമാനങ്ങളും അതിൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. വേറെ ഒരാൾക്കും ആ തീരുമാനത്തിൽ കൈകടത്താൻ അവകാശമില്ല എന്ന ഹൃദയം കൊണ്ടുള്ളൊരു ബോധ്യം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം വരുമ്പോൾ നമുക്ക് തൃപ്തിയേക്കാരം, സങ്കടം വരുമ്പോഴും നമുക്ക് എന്തേക്കാരം? തൃപ്തിയേക്കാരം. സങ്കടത്തിൽ ക്ഷമിക്കാനും നമുക്ക് കഴിയും. ആ ഒരവസ്ഥയിൽ എത്തണം ആര്? ഒരു മുരീദ്. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഒരു മുരീദ് പാലിച്ചാൽ അവനക്ക് ആത്മീയമായ പുരോഗതിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിക്ക് തഫ്സീർ എഴുതിയ തഫ്സീർ തിബിരി എന്ന് പറയുന്ന തഫ്സീറുണ്ട്. ഇബ്നു ജരീർ തിബിരി എന്ന് പറയുന്ന ഉന്നതനായ അള്ളാഹുവിൻ്റെ ആരിഫും വലിയും ആലിമുമായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തിബിരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം തീരെ സുഖമില്ലാതെ, അതായത് മരണത്തിൻ്റെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ രോഗസന്ദർശനത്തിന് വേണ്ടി വരുമല്ലോ, അതേമാതിരി വന്നു. ആ വന്ന കൂട്ടത്തിൽ അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചില മസ്അലകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയ ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു പതുക്കെ സ്വന്തം ഖാദിമിനോട് പറഞ്ഞു, അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അതെനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരു പേനയും കടലാസും കൊണ്ടുവരും. ഒരു പേനയും കടലാസും കൊണ്ടുവരും. കാരണം ഈ സമയം ഇൽമിൻ്റെ സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മരണത്തിൻ്റെ ആ വക്കിൽ പോലും ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു ആ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ വിറക്കുന്ന കൈയോടുകൂടെ അദ്ദേഹം കടലാസിൽ എഴുതി വെച്ചു എന്നാണ്. ആ കടലാസിൽ എഴുതി വെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. അത്രയും സുഖമില്ലാത്ത സന്ദർഭത്തിൽ പോലും തൻ്റെ ഒരു ടൈം വേസ്റ്റാക്കരുത്, അത് എൽമിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് മനസ്സിലാക്കി അത് എഴുതി വെച്ച അന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തോട് വിട പറഞ്ഞു. ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും അങ്ങനെയായിരുന്നു. ഒരു സെക്കൻഡ് പോലും അവർ നഷ്ടമാകാൻ അവർ സമ്മതിക്കൂല. ആ രൂപത്തിലായിരിക്കണം ഒരു മുരീദ് എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൊക്കെ ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബുകൾക്കൊക്കെ ഫത്ഹ് നൽകട്ടെ. അള്ളാഹു നടപ്പിലാക്കുന്ന ഏതൊരു കാര്യവും പുഞ്ചിരിയോടുകൂടെ തൃപ്തിയോടുകൂടെ അത് വരവേൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.